ഇന്ന് നടക്കാൻ പോകുന്ന കളികളിൽ വീണ്ടും നമ്മൾ ബ്രസീലിലേക്കാണ് ഫോക്കസ് വരുന്നത്. എന്തായാലും അതൊരു വലിയ മത്സരം തന്നെയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രിവ്യൂ പറയുന്നത് ഒരു മിഡ്ഫീൽഡ് ബാറ്റിൽ ആണ് അരങ്ങേറുക എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി നമ്മൾ മലയാളികൾ മുഴുവൻ നോക്കുന്നത് ഇന്ന് നെയ്മാർ ഇറങ്ങുമോ, ബെഞ്ചിലുണ്ടാവുമോ എന്നൊക്കെയുള്ള സംസാരങ്ങളാണ്. ദിലീപ് അത് എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? എൻ്റെ ഒരു സുഹൃത്ത് പ്രാക്ടീസ് കഴിഞ്ഞ് 2 ദിവസമായി കണ്ടിട്ടുണ്ട്. എന്തായാലും നെയ്മാർ ഇറങ്ങുന്നത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരിക്കും. മാച്ച് ഫിറ്റ്നസ് ഒന്നും ഇല്ല 90 മിനിറ്റ് കളിക്കാൻ. അപ്പൊ മിക്കവാറും സെക്കൻഡ് ഹാഫിൽ ഒരു ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരിക്കും ഇറങ്ങുക. പിന്നെ പ്രാക്ടീസ് തന്നെ നെയ്മാർ ഒരു വൈഡ് പ്ലെയർ ആയിട്ടല്ല കളിച്ചിട്ടില്ല. ആൻസലോട്ടി ഒരു ഫോൾസ് 9 അല്ലെങ്കിൽ ഒരു നമ്പർ 10 ആ ഒരു സെൻട്രൽ റോളിലാണ് കണ്ടിട്ടുള്ളത്. പ്രാക്ടീസിൽ അങ്ങനെയാണ് കളിച്ചിട്ടുള്ളത്. അപ്പൊ അതായിരിക്കും നെയ്മറിന്റെ ഒരു റോള് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ. കളി സ്കോട്ട്ലൻഡിന് എപ്പോഴും എന്താ പറയാ, സ്കോട്ട്ലൻഡിന് ഈ കൗണ്ടർ ട്രാക്കിലേക്ക് കുരിച്ച് പേടി എന്ന് പറഞ്ഞ പോലെ ഏറ്റവും ചരിത്രത്തിൽ ഏറ്റവും പേടിയുള്ള ടീം ബ്രസീലാണ്. എല്ലാ കാലത്തും അവരോട് സഫർ ചെയ്തിട്ടുള്ള ഒരു ടീമാണ്. അപ്പൊ അത് അവർക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ടാവില്ല. പക്ഷെ സ്കോട്ട്ലൻഡ് സെറ്റ് പീസിന്നൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ടീമാണ്, പ്രത്യേകിച്ച് മെക്ടോമിന്, മെഗിൻ. പിന്നെ എനിക്ക് തോന്നുന്നത് ബ്രസീലിന്റെ ഫുൾ ബാക്സ് ഒരു വീക്ക്നെസ് ആയത് കാരണം ബെൻ ഡോക്കിനെ അവർ മിക്കവാറും കളിപ്പിക്കും. നല്ല ഫാസ്റ്റ് ആണ്, ട്രിക്കി പ്ലെയർ ആണ്. പക്ഷെ എങ്ങനെ നോക്കിയാലും ബ്രസീൽ അവരുടെ കഴിവിന്റെ ഒരു 60% കളിക്കുകയാണെങ്കിൽ ജയിക്കേണ്ട കളിയാണ്. ഈ മയാമിയിലെ ജനക്കൂട്ടം സപ്പോർട്ടല്ലേ? അതൊരു മിനി ബ്രസീൽ പോലെ ആയിരിക്കും എന്തായാലും. കാനഡയാണ് മറ്റൊരു. കാനഡയിൽ അത് വാൻകൂവറിലാണ് നടക്കുന്നത്. കാനഡയും സ്വിറ്റ്സർലാൻഡും തമ്മിലുള്ള മത്സരം. അത് എനിക്ക് തോന്നുന്നത് കാനഡയ്ക്ക് തന്നെയല്ലേ അതിനകത്ത് ആധിപത്യം ഉള്ളത്, പ്രത്യേകിച്ചും മാസ് സപ്പോർട്ടും ഇതൊക്കെ കൂടി വരുമ്പോൾ. ആ മൊമെന്റം കാനഡയുടെ കൂടെയാണ്. പക്ഷെ ഫുട്ബോളിംഗ് ടീമായി നോക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിനാണ് മുൻതൂക്കമുള്ളത്. അവര് സ്വിറ്റ്സർലൻഡിന് ആദ്യത്തെ ഒരു 20 മിനിറ്റ് ക്രൗഡിനെ ഒന്ന് ക്വയറ്റ് ആക്കാൻ പറ്റിയെങ്കിൽ അവരുടെ കഴിവ് വെച്ചിട്ട് അവർക്ക് പിന്നെ ഡോമിനേറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റും. ഇത് പക്ഷെ ഒരു ഈവൻ കളിയായിരിക്കും. കാനഡ ഇപ്പൊ ജെസ്സി മാഷ് കോച്ചായതിനു ശേഷം വളരെ ഫ്രണ്ട് ഫുട്ട് കളിക്കാൻ ഒരു ടീമാണ്. അവരപ്പൊ അങ്ങനെ ഡിഫെൻഡ് ചെയ്തൊന്നും കളിക്കാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് അവരുടെ ക്രൗഡിന്റെ മുമ്പിൽ. BC പ്ലേസിൽ വെച്ചിട്ടാണ് കളിക്കണം. അപ്പൊ അവര് വാശിയോട് കൂടി തന്നെ കളിക്കും. അടുത്ത റൗണ്ടിൽ ഏകദേശം ഉറപ്പാവുകയും ചെയ്തു 2 ടീമിനും അതെ. അപ്പൊ ആ ഒരു പ്രഷർ ഇല്ല, ഇനിയിപ്പൊ അടുത്ത റൗണ്ടിൽ എത്തണല്ലോ എന്നുള്ള പ്രഷർ ഇല്ലാതെ കളിക്കാൻ 2 ടീമിനും. ഇന്ന് കളിക്കുന്ന കളികളോട് കൂടിയിട്ട് ഏതാണ്ട് കുറച്ച് എന്താ പറയുക ടെൻസായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടല്ലോ. കാരണം ആരൊക്കെ അടുത്ത ഗ്രൗണ്ടിൽ, ഇപ്പം ഖത്തർ ബോസ്നിയ, അതും പ്രധാനപ്പെട്ട ഒരു കളിയാണ്. കാരണം അതിലിപ്പം എനിക്ക് തോന്നുന്നു അതിൽ ബോസ്നിയക്ക് തന്നെ ആയിരിക്കും മുൻതൂക്കം ഇതുവരെയുള്ള ഖത്തറിന്റെ കളി വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷെ അതിൽ 2 ടീമിനും ജയിച്ചാല് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഖത്തറിന്റെ കഴിഞ്ഞ തവണത്തെ കളി കണ്ടിട്ട് എനിക്ക് വലിയൊരു പ്രതീക്ഷയില്ല. ബോസ്നിയയുടെ നല്ല ടെക്നിക്കൽ പ്ലെയേഴ്സ് ആണ്. അവരെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. ബോസ്നിയയുടെ പ്രശ്നം ഈ ലോകകപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ള ഫിനിഷ് ചെയ്യാൻ എഡിൻ ജെക്കോന് 40 വയസ്സൊക്കെ കഴിഞ്ഞു. അങ്ങനത്തെ ഒരു ക്വാളിറ്റി സ്ട്രൈക്കർ അവർക്ക് ഇപ്പൊ ഇല്ല. അപ്പൊ അത് കാരണം ഖത്തർ പറ്റണത്രയും നേരം പിടിച്ചു നിൽക്കാൻ നോക്കും. മറ്റേ കളി തുടങ്ങിയ പോലെ 6-0 തോറ്റ കളി തുടങ്ങിയ പോലെ തുടങ്ങിക്കഴിഞ്ഞാൽ പോക്കാണ്. പിന്നെ മൊറോക്കോ ഹെയ്ത്തി ആണെങ്കിൽ ഒരു തോൽക്കാനായിട്ടുള്ളൊരു കളി തന്നെയായിരിക്കും ഇതും ഇന്നത്തതും അങ്ങനെയായിരിക്കുമോ? ഹെയ്ത്തി നന്നായി കളിച്ചിട്ടുള്ള ഒരു ടീമാണ് ഇതുവരെ. 2 കളിയും സ്കോട്ട്ലൻഡിനെതിരെ നന്നായി കളിച്ചു, ബ്രസീലിനെതിരെ മോശമായി കളിച്ചു എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ബ്രസീൽ കുറച്ചും കൂടി നല്ല ടീമാണ്, അത്രേ ഉള്ളൂ. ഈ കളിയിൽ പക്ഷെ എനിക്ക് വലിയൊരു പ്രതീക്ഷയില്ല അവരുടെ ഭാഗത്തു നിന്ന്. എന്താ വെച്ചാൽ മൊറോക്കോ അത്രയും ഇതുവരെ നമ്മൾ ആഫ്രിക്കൻ ടീമുകളിൽ വെച്ച് കണ്ടിട്ടുള്ളത് ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടീം മൊറോക്കോ ആണ്. പക്ഷെ അവിടെയും പ്രശ്നം ഗോൾ അടിക്കാൻ ഫിനിഷ് ചെയ്യാൻ പറ്റാത്തതാണ് ഒരു വലിയൊരു പ്രശ്നം. അപ്പൊ അങ്ങനത്തെ ഒരു ടീം ആവുമ്പോൾ മറ്റേ ടീമിന് എപ്പോഴും ഒരു സാധ്യതയുണ്ട്. അത് മാത്രമേ എനിക്ക് മൊറോക്കോനെ പറ്റിയൊരു ആശങ്കയുള്ളൂ. അവർക്ക് കുറേം കൂടി ഡീപ്പായി പോവാനുള്ള ഒരു സ്ട്രൈക്കർ ഉണ്ടോ എന്നുള്ളത് മാത്രം. ഇന്നലത്തെ കളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്നലെ ദിലീപും പറയണ്ടേ. കാരണം ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ നന്നായിട്ട് കളിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചു. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും ജീനിയസിന്റെ ചില ഗ്ലിംസസ് ഒക്കെ ഉള്ള മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് പിന്നെ കളിക്കളത്തിൽ കാണാനും പറ്റി.
വലിയ വ്യത്യാസം ആദ്യത്തെ കളിയും രണ്ടാമത്തെ കളിയായിട്ട് വലിയ അവര് ഫാസ്റ്റ് ആയിട്ട് ബോൾ മൂവ് ചെയ്തു. മറ്റേ ഏത് ടീമും സ്ലോ ആയി കളിച്ചിട്ടുണ്ടോ ഈ ലോകകപ്പിൽ അവർക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നലെ ഇംഗ്ലണ്ടിനും അതാ പറ്റിയത്. ബോൾ മൂവ്മെന്റ് വളരെ സ്ലോ ആയിരുന്നു. ഇത് പോർച്ചുഗൽ ആദ്യത്തെ മിനിറ്റ് തൊട്ട് കുറേം കൂടി ഏർജൻസിയോട് കൂടി കളിച്ചു. അത് മിഡ്ഫീൽഡിൽ നിന്ന് പ്രത്യേകിച്ച് അതിപ്പോ ബ്രൂണോ ഫെർണാണ്ടസ് ആയാലും വിറ്റീനിയൻ ജാവോ നെവസ് ആയാലും ജാവോ ഫെലിക്സ് വന്നത് ഒരു നല്ല നീക്കായിരുന്നു. ബെർണാർഡോ സിൽവ ബെഞ്ച് ചെയ്തിട്ട് കുറച്ചും കൂടി ഡൈനാമിക് ആയിട്ട് കളിച്ചു. പിന്നെ റൊണാൾഡോന്റെ ഭാഗത്ത് നിന്ന് മൂവ്മെന്റ് എത്രയോ ബെറ്റർ ആയിരുന്നു. മറ്റേ ചാനലിലേക്കുള്ള റൺസ് ആയാലും ബോക്സിലേക്ക് ക്രോസ് വരുമ്പോഴേക്കും അവിടെ എത്തുക. ആദ്യത്തെ കളിയിൽ ശരിക്കും ഒരു കുറച്ച് പ്രായമായ ഒരാളെ പോലെയാണ് കളിച്ചത്. ജസ്റ്റ് ആ റൺസിന്റെ ഒന്നും ടൈമിങ് ശരിയാവാതെ ഇത്തവണ മികച്ച ആദ്യത്തേന് വളരെ നല്ലൊരു ക്രോസ് കിട്ടി. അത് പക്ഷെ ഭയങ്കര ഫിനിഷ് ആയിരുന്നു, ഫസ്റ്റ് ടൈം ഫിനിഷ്. പിന്നെ രണ്ടാമത്തെ ഗോളിന് ബ്രൂണോ ഫെർണാണ്ടസിന്റെ സ്പെഷ്യലൈസേഷൻ ആണ് അങ്ങനത്തെ പാസ്. പക്ഷെ അത് ഫിനിഷ് ചെയ്യാൻ വളരെ ടൈറ്റ് ആംഗിൾ ആയിരുന്നു. അത് കീപ്പറുടെ ഭാഗത്ത് വലിയ കുറ്റമൊന്നുമില്ല. അത് കൃത്യമായിട്ട് ആ കോർണർ പോസ്റ്റ് തന്നെ പ്ലേസ് ചെയ്യുകയും ചെയ്തു. അത് രണ്ട് ജീനിയസ് ഫിനിഷസ് ആയിരുന്നു, പറയാതെ പറ്റില്ല. അപ്പൊ ആ ശരിക്കും ആ ഷാർപ്നെസ് ആദ്യത്തെ കളിയിൽ കാണാത്ത ഷാർപ്നെസ് റൊണാൾഡോന്റെ ഭാഗത്തുനിന്നും ടീംമേറ്റ്സിന്റെ ഭാഗത്തുനിന്നും ന്യൂനോ മെൻഡസും ഒക്കെ ഇന്നലെ തന്റെ ശരിക്കുള്ള ലെവല് കാണിച്ചു. അത് ടീമിനെ കുറിച്ചൊരു ഒരു പോസിറ്റീവ് ഫീച്ചർ സൂചനകൾ തരുന്നുണ്ട് നമ്മുടെ, പ്രത്യേകിച്ചും പോർച്ചുഗലിനെ കുറിച്ച് ഇന്നലത്തെ കളി. ഇങ്ങനത്തെ ഒരു കളിയുണ്ട്. പക്ഷെ നമ്മള് ഉസ്ബെക്കിസ്ഥാൻ ആണെന്നും കൂടി ഓർമ്മിക്കണം. അധികം ക്യാരിഡ് ബേ ആവണേലും അർത്ഥമില്ല. അവര് മോശമായിട്ട് തന്നെ വളരെ ഉസ്ബെക്കിസ്ഥാന്റെ ടാക്ടിക്സ് വളരെ നൈവായിട്ട് തോന്നി എനിക്കത്. അവര് ഇടയ്ക്ക് കുറച്ച് കളിക്കാൻ നോക്കും, അപ്പൊ കുറെ ഗ്യാപ്പ് വിടും. പിന്നെ അല്ലാത്തപ്പോ വളരെ ഒരു ഡിഫെൻസീവ് ഫോർമേഷന് കളിക്കും. ഇപ്പൊ ശരിക്കും ഒരു കറക്റ്റ് മിക്സ് ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ലെങ്കിൽ അൾട്രാ ഡിഫെൻസീവ് ആവുക, അല്ലെങ്കിൽ വളരെ ഓപ്പൺ ആവുക. ശരിക്കുള്ള ടെസ്റ്റ് വരാൻ പോണ കൊളംബിയക്കെതിരെയാണ്. അപ്പോഴാണ് നമുക്ക് ഈ പോർച്ചുഗൽ ടീം എവിടെയാന്ന് ശരിക്കും പറയാൻ പറ്റുക. ആദ്യത്തെ കളി ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അവര് തീരെ അവരുടെ മികവ് കാണിക്കാൻ പറ്റിയില്ല കോങ്കോനെതിരെ. ഇന്നലെ കുറേം കൂടി നന്നായിട്ട് എല്ലാവരും കളിച്ചു. പക്ഷെ അവർക്കൊരു ഈസി ഒപ്പോണന്റ് ആയിരുന്നു. കൊളംബിയക്കെതിരെ ഇങ്ങനെ കളിച്ചിട്ട് ജയിക്കാൻ പറ്റിയെങ്കിൽ അവർ ശരിക്കും കണ്ടന്റേഴ്സ് തന്നെയാണ്. നമ്മൾ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ടീമാണ് ഘാന. പൊതുവെ ലോക മീഡിയ തന്നെ ഇപ്രാവശ്യം അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. പക്ഷെ എന്നാലും പൊസിഷനും അല്ലെങ്കിൽ അതിന്റെ കൺട്രോളൊക്കെ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ടീമിന്റെ കയ്യിലായിരുന്നെങ്കിൽ തന്നെയും വലിയൊരു ത്രെട്ടായിരുന്നു ഘാന. മാത്രമല്ല എന്തൊക്കെയോ പറയുന്നുണ്ട് ഘാനയുടെ അവരുടെ സപ്പോർട്ടേഴ്സ് മാത്രമല്ല, കാർലോസ് കെയ്റോഷ് കോച്ച് ചെയ്തിട്ടുള്ള എല്ലാ ടീമുകളും, ഇറാൻ, UAE, ഒമാൻ, ഇവരുടെ ഒക്കെ, ഈജിപ്റ്റ്, പ്രത്യേകിച്ച് ഈജിപ്റ്റ്, ഇവരുടെയൊക്കെ സപ്പോർട്ടേഴ്സ് ആ ശൈലിക്ക് സഫർ ബോൾ എന്നാ പറയാ. മറ്റേ ടീമിനെ അത്രയും ബോറടിപ്പിച്ചിട്ട് ഇതാക്കുക. ഇന്നലെ ശരിക്കും അതാ ചെയ്ത്. അവരുടെ വളരെ ഫിസിക്കൽ ടീമായത് കാരണം പിന്നെ അത്രയും ഡീപ്പായി ഡിഫെൻഡ് ചെയ്യും. ഇംഗ്ലണ്ടിന്റെ ടാക്ടിക്സ് ആണെങ്കിൽ എനിക്ക് ശരിക്കും മനസ്സിലായില്ല. കുറെ ഹൈ ബോള് ബോക്സിലേക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ഇത്രയും സൈസുള്ള ഡിഫൻഡേഴ്സ് ഉള്ളപ്പോ. ശരിക്കും പോർച്ചുഗലും അതിനു മുമ്പ് ഫ്രാൻസും വേറെ സ്വിറ്റ്സർലൻഡ് ഒക്കെ ചെയ്ത പോലെ വിങ്ങേഴ്സ് ബൈലൈനിൽ പോയിട്ട് ലോ ക്രോസ് 6 യാർഡ് ബോക്സിലേക്ക് കൊടുത്താൽ തന്നെ ഇങ്ങനത്തെ ടീമുകൾക്കെതിരെ പലതും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ഹൈ ബോൾ കൊടുത്ത് അവർ 6 മാച്ച് വേണമെങ്കിൽ അടുപ്പിച്ച് കളിച്ച് അത് ഹെഡ് ചെയ്ത് തെറിപ്പിക്കും. അങ്ങനത്തെ ഒരു ടീമാണ്. പിന്നെ ഇംഗ്ലണ്ടിന്റെ ഭാഗത്ത് നല്ല ലക്കും ഉണ്ടായിരുന്നു. ഒരു 2 കാർഡ് കിട്ടേണ്ട പെനൽറ്റിയുടെ അത് 50-50 കോളായിരുന്നു. പല റെഫറീസും അത് എസ്രി കോൺസിന്റെ എതിരെ പെനൽറ്റി കൊടുക്കുകയായിരുന്നു. എന്താ വെച്ചാൽ ബോള് തൊട്ടിട്ടില്ല. അതൊരു കമ്മിങ് ടുഗെദർ എന്നാണ് റെഫറിയുടെ തീരുമാനം. അത് കാരണം പെനൽറ്റി ആയില്ല. അതിലും വലുതാ പക്ഷെ ജോർഡൻ പിക്ഫോർഡ് ബോക്സിന്റെ പുറത്തേക്ക് ഓടി, ഒരു കോണ്ടാക്റ്റും ഇല്ല ബോളായിട്ട്. പക്ഷെ ഭാഗ്യത്തിന് അറ്റാക്കിംഗ് പ്ലെയറും ബോൾ തൊട്ടില്ല. എങ്ങാനും ആ പ്ലെയർ ബോൾ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് റെഡ് കാർഡാണ്. അപ്പൊ ശരിക്കും ഇംഗ്ലണ്ട് ആ 2 സാഹചര്യത്തിലും രക്ഷപ്പെട്ടു. പിന്നെ 56 മിനിറ്റ് വരെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ആദ്യം തോമസ് ടൂക്കലിന്റെ സ്ക്വാഡ് സെലക്ഷനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഗെയിം ചേഞ്ചിങ് പ്ലേയേഴ്സ് ഈ സ്ക്വാഡിലും അങ്ങനത്തെ കളിക്കാരുണ്ട്. പക്ഷെ സാക്ക സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഇറങ്ങിയത്. ഫിൽ ഫോർഡൻ, കോൾ പാമർ, പിന്നെ പരിക്കായിട്ട് കൺസിഡറേഷനിൽ തന്നെ
വരാതിരുന്ന ജാക്ക് ഗ്രീലിഷ്, ഇങ്ങനത്തെ കളിക്കാർക്കാണ് ലോ ബ്ലോക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുക അവരുടെ സ്കിൽസ് വെച്ചിട്ട്. അവർ 3 പേരും ഇവിടെ ഇല്ല. അത് ശരിക്കും ഒരു വലിയൊരു നഷ്ടമാണ്. ഈ ഓപ്പണായി കളിക്കണം. ഇപ്പൊ ക്രൊയേഷ്യക്കെതിരെയൊക്കെ ഇംഗ്ലണ്ട് നന്നായി കളിക്കും. ഡീപ്പായി കളിക്കണ ടീമുകൾക്കെതിരെ അവർക്ക് ആ ലോക്ക് തുറക്കാനുള്ള ആൾക്കാരുണ്ടോ എന്നാണ് ഒരു സംശയം. ഈ നമ്മൾ ആ സമയത്ത് ഇപ്പം ശരിക്കും അതിനകത്ത് ടെക്സ്റ്റ് കമന്ററീസ് ഒക്കെ വായിക്കുകയാണെങ്കിൽ ഒരുപാട് ഇംഗ്ലീഷ് പണ്ഡിറ്റുകൾ, ഫുട്ബോൾ പണ്ഡിറ്റുകളൊക്കെ വളരെ പേടിയോട് കൂടിയിട്ടാണ് ഖാന എന്നുള്ള ഒരു പ്രതിഭാസത്തിനെ കണ്ടത്. എന്തെങ്കിലും സംഭവിച്ചേക്കാം, ഇംഗ്ലീഷ് ക്രിക്കറ്റിന് ഇംഗ്ലീഷ് ഫുട്ബോളിന് എന്തോ പറ്റുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു ടെസ്റ്റ് അല്ലേ ഖാന കൊടുത്തിരിക്കുന്നത്? അതെ, അതിപ്പോ ശരിക്കും പറയാച്ച അവരുടെ ആ ലൈനപ്പിൽ ഇപ്പൊ വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് എന്ന് പറയാനുള്ള ടോപ്പ് ലെവൽ പ്ലേയേഴ്സ് എന്ന് പറയാനുള്ള ആന്റോൺ സെമിന്യും പിന്നെ ഇനാക്കി വില്യംസും ആണ്. 2 പേരേ ഉള്ളൂ. പക്ഷെ അതെ, വില്യംസ് അത്ലറ്റിക് ബിൽബാ, മറ്റേ അനിയൻ സ്പെയിനിന് കളിക്കണം നിക്കോ വില്യംസ്. അപ്പൊ അങ്ങനത്തെ കളിക്കാർ 2 പേരുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരിപ്പോ 2006-10 സ്റ്റീവൻ അപ്പയ ജുവന്റസിന് കളിച്ച കളിക്കാരനാണ്. സുലൈ മുൻതാറി ടോപ്പ് ടീംസിന് കളിച്ചു, ഇന്റർ അടക്കം കളിച്ചു തോന്നുന്നു. അസ്മോ അഗ്യാൻ കുറെ നല്ല ടീംസിന് കളിച്ചു, ടോപ്പ് സ്കോററൊക്കെ ആയിരുന്നു ഒരു ലോകകപ്പില്. അപ്പൊ അങ്ങനത്തെ കളിക്കാരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഡിഫൻസിൽ സാമി കുഫൂർ, ബയൺ മ്യൂണിക്കിന് ചാമ്പ്യൻസ് ലീഗ് ഫൈനലൊക്കെ കളിച്ച കളിക്കാരൻ. അപ്പൊ ആ ഒരു ക്വാളിറ്റി ഇല്ലെങ്കിലും ഈ കാർലോസ് ക്യൂറോഷിന്റെ ടീംസ് എപ്പോഴും അൾട്രാ ഡിസിപ്ലിൻഡ് ആയിരിക്കും. അവര് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒന്നും തരാൻ പോകുന്നില്ല. അതാണ് സഫർ ബോൾ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ. പക്ഷെ അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു, ഇത്രയും കാലമായിട്ട് 2010 ശേഷം അവർക്കൊരു നല്ല ടൂർണമെന്റ് ഉണ്ടായിട്ടില്ല ശരിക്കും. പക്ഷെ ഇത്തവണ അവർ അടുത്ത റൗണ്ടിൽ എത്തിക്കഴിഞ്ഞു, 4 പോയിന്റ് ആയി. അപ്പൊ എന്തായാലും ഉറപ്പാണ് ഒരു 3-ാം സ്ഥാനത്ത് ഒരു ടീം ആയിട്ടെങ്കിലും അവർ മുന്നോട്ട് പോകും. ഈ ക്രൊയേഷ്യയും പനാമയായിട്ടുള്ള കളി നമ്മൾ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ പനാമ വിട്ടുകൊടുത്തൊന്നുമില്ല കളിയില്. ഒരു ബാറ് തട്ടും ചെയ്തു. അതെ. എന്നാലും പിന്നെ ക്രൊയേഷ്യയുടെ ഒരു ജയസാധ്യതയുള്ള കളി തന്നെയായിരുന്നു, അതിൽ ജയിക്കുകയും ചെയ്തു. ഈ കളി പൊതുവെ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഈ കളി റിവ്യൂ ചെയ്യുമ്പോൾ ഇനി ക്രൊയേഷ്യ ഗാന ഒരു വലിയ കളിയായിരിക്കില്ലേ? നല്ലൊരു കളി. എന്താ വെച്ചാൽ ക്രൊയേഷ്യക്ക് അത് ഏകദേശം ഒരു ഡ്രോ എങ്കിലും വേണം എന്നുള്ളൊരു സാഹചര്യം പോലെയാണ്. ചിലപ്പോ ഒരു തോറ്റാലും മുന്നോട്ട് പോകും. പക്ഷെ ഉറപ്പാവണമെങ്കിൽ ജയിക്കണം, അല്ലെങ്കിൽ ഡ്രോ ആക്കണം. ഈ ടൂർണമെന്റിലത്തെ പ്രശ്നം എന്താ വെച്ചാൽ പല ടീമുകളും അവരുടെ ഫൈനൽ മാച്ച് കളിക്കുമ്പോൾ അവർക്ക് എന്താ ആവശ്യം എന്ന് അറിയുന്നില്ല. ഈ അവസാനത്തെ 8 ഫിനിഷ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പൊ അവസാനത്തെ റൗണ്ട് കളിക്കുന്ന ടീംസിന് ഭയങ്കര അഡ്വാൻറ്റേജ്. ലാസ്റ്റ് ഡേ കളിക്കുന്ന ടീംസിന് അവർക്കിപ്പോ 3-ാമത് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ എത്ര ഗോള് വേണം എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ആദ്യം ഇന്ന് കളിക്കുന്ന സ്കോട്ട്ലൻഡിനൊന്നും അത് അറിയില്ല. അപ്പൊ അതൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഈ ഫോർമാറ്റിന്റെ. ഈ കൊളംബിയ കോങ്കോ കളിയുണ്ടല്ലോ, അതിപ്പം ശരിക്കും പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ വാർ ഇടപെടലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കളിയും കൂടിയാണ്. കാരണം പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഡോമിനൻസ് എന്ന് പറയുന്നത് കൊളംബിയക്കാണെങ്കിലും കോങ്കോ ഭയങ്കരമായിട്ട് റെസിസ്റ്റ് ചെയ്ത കളിയാണത്. മാത്രമല്ല ഗോൾ കീപ്പർ ഒരു ഭയങ്കരം, നമ്മൾ നേരത്തെ 1-2 ഗോൾ കീപ്പർമാരെ പറ്റി പറഞ്ഞല്ലോ, അതുപോലെ തന്നെ വളരെ ഡിഫെൻസീവില് നിന്ന ഗോൾ കീപ്പർമാരും. ഈ കൊളംബിയ എന്തെങ്കിലും സൂചന തരുന്നുണ്ടോ? കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരടി മുന്നിലാണോ കൊളംബിയയുടെ കളി? കൊളംബിയക്ക് ഇതൊരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള കളിയും കൂടിയായിരുന്നു. ഇന്നലെ ജൂൺ 22-നാണ് കുറെ കൊല്ലം മുമ്പ് അമേരിക്കയിൽ ലോകകപ്പ് നടന്നപ്പോ USA കൊളംബിയ മത്സരം നടന്നിട്ട് എസ്കോബാറിന്റെ ഓൺ ഗോൾ വരുന്നത്. അപ്പൊ അതിനെപ്പറ്റി പല ചർച്ചകളും നടന്നിട്ടുണ്ട് കൊളംബിയക്കുള്ളിൽ തന്നെ. പിന്നെ ഇന്നലെ ഗോൾ അടിച്ച കളിക്കാരൻ ഡാനിയൽ മ്യൂണോസ് ലോകത്ത് തന്നെ ഏറ്റവും നല്ല റൈറ്റ് ബാക്സിൽ ഒരാളാണ് ഇപ്പൊ. പക്ഷെ കൊളംബിയൻ ഡിഫൻഡർ കളിച്ചത് എവിടെയാണ്? അത്ലറ്റിക്കോ നാഷണൽ എസ്കോബാറിന്റെ ക്ലബായിരുന്നു. അപ്പൊ ഇപ്പൊ എല്ലാം കണക്റ്റഡ് ആണ്. പിന്നെ കളി നടന്നത് മെക്സിക്കോയിൽ ഗ്വാഡലജറയില്. ഈ എസ്കോബാറിനെ കൊന്നു എന്ന് പറയണ അത് ജയിലിലേക്ക് അയച്ചത് നമുക്കറിയാലോ ഇങ്ങനത്തെ ആൾക്കാര് ഒരിക്കലും ഗ്യാങ് ലീഡേഴ്സിനല്ല ജയിലിലേക്ക് അയക്കുക. അതിൽ ഏതെങ്കിലും ഒരു ചെറിയൊരാളെ പിടിച്ച് അതിൽ ശരിക്കും അതിന്റെ പിന്നിലുണ്ടായിരുന്ന ആളെ ഇക്കൊല്ലം മെക്സിക്കോ സിറ്റിയിൽ വെച്ചിട്ടാണ് വെടിവെച്ച് കൊന്നത്.
അപ്പൊ ആ കാർട്ടലിന്റെ അതെ, അപ്പൊ അതെല്ലാം കണക്റ്റഡ് ആയി വന്ന ഒരു ദിവസമാണ് ശരിക്കും. അപ്പൊ അത് പല കൊളംബിയൻ ഫുട്ബോൾ കാണുന്ന പലർക്കും അത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. അത്ലറ്റിക്കോ നാഷണലിന് മുമ്പ് കളിച്ചിരുന്ന ഒരു കളിക്കാരൻ ഗോൾ അടിച്ച് അവർ അടുത്ത റൗണ്ടിൽ കടക്കുന്നു. അത്രയും കൊല്ലം മുമ്പ് അവർ വളരെ ഹോട്ട് ഫേവറേറ്റ്സ് ആയിട്ട് വന്ന ലോകകപ്പാണ്. അർജന്റീന 5-0 തോൽപ്പിച്ചിട്ട് എന്നിട്ട് ആ ഗോള് കാരണം പുറത്താവുകയാണ് ശരിക്കും. അതിനെപ്പറ്റി ആ ക്രോസ് കൊടുത്ത ജോൺ ഹാക്സ് ഒക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും തീരെ എൻ്റെ ജീവിതത്തിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഗോളാണ്, എൻ്റെ ആ ഷോർട്ട് ക്രോസ് കാരണമാണല്ലോ ഒരാളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളത്. അപ്പൊ ഇല്ല, ഇതിൽ ഞാൻ ചോദിക്കുന്നത് പിന്നെ കൊളംബിയ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച്, കൊളംബിയയുടെ ഒരു സ്ട്രെങ്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഏതൊരു ടീമിനെയും അവർക്ക് ഞെട്ടിപ്പിക്കാനുള്ള അറ്റാക്കിംഗ് കഴിവുകളുണ്ട്. പക്ഷെ അവർ ഇതുവരെ ശരിക്കും ഒരു ടീമും ഡിഫെൻസീവായിട്ട് അവരുടെ സെൻട്രൽ ഡിഫെൻസിൽ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അത് പക്ഷെ ഇതുവരെ ശരിക്കും ടെസ്റ്റ് ചെയ്തിട്ടില്ല. കോങ്കോ ആയാലും ഉസ്ബെക്കിസ്ഥാനും രണ്ടുപേരും അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പോർച്ചുഗലിനെതിരെ അത് ശരിക്കും അവർക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോനെ വാച്ച് ചെയ്യണം, ബ്രൂണോ ഫെർണാണ്ടസിനെ നോക്കണം, ജാവോ ഫിലിക്സ്, പെഡ്രോ നെറ്റോ. അത് ആ ടെസ്റ്റ് പാസ്സായാല് ശരിക്കും നോക്കേണ്ട ഒരു ടീം തന്നെയാണ്. പക്ഷെ ഡിഫെൻസീവായിട്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട്. മെക്സിക്കോയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് രാവിലത്തെ കളി ഒന്ന് മെക്സിക്കോ ആണല്ലോ, മെക്സിക്കോ ഏതാണ്ട് ഉറപ്പായ ഒരവസ്ഥയിലാണല്ലോ. ഉറപ്പാണ്, ടോപ്പ് ആവോ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പിന്നെ ഉള്ളതൊന്ന് പിന്നെ സൗത്ത് കൊറിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള കളിയാണ്. അതിലെഡ്ജ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് കുറയ്ക്കാണെന്ന് തോന്നുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കനെ ഏറ്റവും നിരാശപ്പെടുത്തിയിട്ടുള്ള ഒരു ടീമാണ്. പണ്ട് 96 അവർ ആഫ്കോൺ ജയിക്കുമ്പോഴൊക്കെ വളരെ ഒരു കോൺട്രാസ്റ്റ് ആയിരുന്നു. നൈജീരിയയുടെ സൂപ്പർ ഈഗിൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറും പേസും ഒക്കെ ഉള്ള ഒരു ആൾക്കാരെ പേടിപ്പിക്കുന്ന ഒരു ടീം. മറ്റേത് സൗത്ത് ആഫ്രിക്ക ആണെങ്കിൽ കുറെ കൂടി സ്കിൽഫുൾ. ആഫ്രിക്കയുടെ ബ്രസീൽ എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു ടീം, ജോൺ ഷൂസ് മൊഷയോ എന്നൊക്കെ പറഞ്ഞ് പാപ്പ മരിച്ചുപോയി. അങ്ങനെ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള കളിക്കാർ. ഇപ്പൊ അങ്ങനത്തെ ഒരു സ്കില്ലും നമുക്ക് കാണാം. വളരെ ഒരു ബേസിക് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമായി മാറി. സൗത്ത് കൊറിയ നേരെ മറിച്ച് വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ടീമാണ്. നമ്മൾ ആദ്യത്തെ കളിയിൽ ആ ഗോളൊക്കെ കണ്ടു, ചിപ്പ് ചെയ്ത ഗോളൊക്കെ. അവര് എനിക്ക് ഏകദേശം ഉറപ്പാണ് സോൺ ബെഞ്ചിലായിരിക്കും ഈ കളിക്കുക. എന്താ വെച്ചാൽ അവർക്ക് ജയിക്കേണ്ട ഒരു കളിയാണ് നല്ലൊരു പാത കിട്ടണമെങ്കിൽ. അപ്പോൾ മെക്സിക്കോ ഗ്രൂപ്പ് ടോപ്പ് ചെയ്യുന്ന ഉറപ്പാണ്. ബാക്കി 2 ടീമുകളെയും തോൽപ്പിച്ചാൽ ഹെഡ് ടു ഹെഡ് ആണ് ഇപ്പൊ റെക്കോർഡ് നോക്കുന്നത്. അപ്പൊ മെക്സിക്കോ ഗ്രൂപ്പ് ടോപ്പേഴ്സ് ആണ്. ഇത് കൊറിയക്ക് സെക്കൻഡ് പ്ലേസ് ഉറപ്പാക്കാൻ വേണ്ടി ഇത് ജയിക്കേണ്ട ഒരു കളിയാണ്. അവർ ജയിക്കും തോന്നുന്നത്. ചെക്ക് റിപ്പബ്ലിക് നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് പല കളികളിലും. പക്ഷെ മെക്സിക്കോയുടെ അടുത്ത് അത്ര അങ്ങനെ ഒരു ഗംഭീരമായ ഒരു കളിക്കുള്ള സാധ്യത ഇനിയുണ്ടോ? പ്രത്യേകിച്ചും ഈ നേരത്തെ പറഞ്ഞല്ലോ, കളിക്കാരും ടീമുകളൊക്കെ കളിച്ച് സെറ്റായി വരുന്നേ ഉള്ളൂ. അതിലും മെക്സിക്കോ നന്നായിട്ട് സെറ്റായിട്ടുള്ള ടീമാണ്. അപ്പം മെക്സിക്കോന്റെ അടുത്ത് ചെക്ക് റിപ്പബ്ലിക്കിന് അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ടോ? ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് ഹോം സപ്പോർട്ട് വെച്ചിട്ട്. ഒരു കുറച്ചൊരു മൊമെന്റോ വന്നിട്ടുണ്ട് മെക്സിക്കോന്. എനിക്ക് കാണേണ്ടത് ശരിക്കും ഗിൽബർട്ടോ മോറെ ആദ്യത്തെ മിനിറ്റ് തൊട്ടൊന്ന് ഇറക്കി അങ്ങനെ. പ്രത്യേകിച്ച് ഇത് കുറച്ച് പ്രായമായിട്ടുള്ളൊരു ചെക്ക് ടീമും കൂടിയാണ്. അപ്പൊ 90 മിനിറ്റ് ഒക്കെ അങ്ങനെ ഒരു ഫ്രീ ആയി കളിച്ചാൽ അവരെ ശരിക്കും ബുദ്ധിമുട്ടിക്കാൻ പറ്റും. അതേസമയം മെക്സിക്കോ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഡെഡ് ബോൾ സിറ്റുവേഷനിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടീമാണ് ചെക്ക് റിപ്പബ്ലിക്. കുറെ തോമസ് സൂച്ചക്ക് ഇവരൊക്കെ ഒരു ഭയങ്കര ഹൈറ്റും ശക്തിയുള്ള കളിക്കാരാണ്. ഇപ്പൊ ലോങ് ബോൾ ആയാലും ത്രോ ആയാലും ഇതിന്നൊക്കെ ഗോൾ അടിക്കാൻ സാധ്യതയുള്ള ഒരു ടീം. പക്ഷെ അവര് ആദ്യത്തെ കളിയിൽ സൗത്ത് ആഫ്രിക്കക്കെതിരെ കളിച്ച പോലെ കളിച്ച് മെക്സിക്കോ ഉറപ്പായിട്ടും ജയിക്കും. ഈ ഇന്നത്തെ കളികളോട് കൂടിയിട്ട് ഏതാണ്ട് പിന്നെ നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള ഒരു സ്റ്റേജും കൂടി കഴിയുകയാണല്ലോ. അപ്പൊ അതിനകത്തുള്ള ഒരു തൂങ്ങി നിൽക്കുന്നതും ആയിട്ടുള്ള സാധ്യതകൾ എങ്ങനെയാണ് ദിലീപ് വിലയിരുത്തുന്നത്? എനിക്ക് തോന്നുന്നു കുറെ മികച്ച ടീമുകൾ അടക്കം എല്ലാ ടീമുകളും ഒന്ന് സെറ്റിൽഡ് ആയിക്കൊണ്ടിരിക്കുക. പലർക്കും ഇപ്പൊ ഫ്രാൻസ്, അർജന്റീന അങ്ങനത്തെ 2-3 ടീം ഒഴികെ പലർക്കും അവരുടെ ബെസ്റ്റ് 11 എന്താന്ന് പോലും അറിയില്ല. കോച്ച്മാർക്ക് അത്രേ ടൈം കിട്ടിയിട്ടുള്ളൂ. ഫ്രാൻസിനും അർജന്റീനയ്ക്കും ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവർക്ക് അറിയാം ഏകദേശം. അവര് പോർച്ചുഗലിനുണ്ട്, ഈ കളിക്കാർ കുറെ ഒരുമിച്ച് കളിച്ചിട്ടുള്ളതാണ്. സ്പെയിനും അതെ. അപ്പൊ അങ്ങനത്തെ 4-5 ടീം മാത്രം വളരെ സെറ്റിൽഡ് ആണ്. ബാക്കിയുള്ളവരിപ്പോ ആരാണ് നമ്മുടെ മെയിൻ സ്ട്രൈക്കർ അല്ലെങ്കിൽ നമ്മൾ വൈറ്റ് പ്ലേയേഴ്സ് ആരെ കളിപ്പിക്കണം, അങ്ങനെ അതിങ്ങനെ
അത് കളിക്കുമ്പോഴേ ശരിക്കും അറിയുള്ളൂ. ഇപ്പൊ ബ്രസീലിന്റെ കാര്യത്തിലേക്ക് ഈ കളിയും കൂടി അവരൊരു ടെസ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും എടുക്കുക നോക്കൌട്ടിന് മുമ്പ്. ഏതൊക്കെ കളിക്കാരാണ് ശരിക്കും ജെല്ല് ചെയ്യണം ഒരുമിച്ചെന്നൊക്കെ. അപ്പൊ ആ ഒരു സ്റ്റേജ് എത്തണേ ഉള്ളൂ. പിന്നെ വലിയ ടീമുകളൊന്നും അങ്ങനെ പുറത്താവാനുള്ള ഒരു സാധ്യത ഇല്ല. ഇപ്പൊ 32 ടീം മുന്നോട്ട് പോകുന്നത് കാരണം പണ്ട് ആ ഒരു ഡേഞ്ചർ ഉണ്ടായിരുന്നു. ഈ 32 ആവുമ്പോ 16 മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. ഗ്രൂപ്പിലത്തെ ആദ്യത്തെ 2. ഇതിപ്പോ 94 അമേരിക്കയിൽ നടന്ന ലോകകപ്പിന് ശേഷമാണ് ആദ്യമായിട്ട് 3-ാം സ്ഥാനത്തെ ടീമുകളും കൂടി മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു കുഷൻ ഉണ്ട് എല്ലാ ടീമും. വലിയ ടീമുകൾക്കൊന്നും പണ്ടത്തെ ആ ഒരു ടെൻഷൻ ഇല്ല.